നമസ്കാരം, ഞാൻ ഉപേക്ഷ ശിവരാമൻ. ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. ഒമിക്രോൺ ജാഗ്രതയിൽ രാജ്യം. 17 സംസ്ഥാനങ്ങളിലായി 415 ഒമിക്രോൺ കേസുകൾ. ഉത്തർപ്രദേശ്, ഹരിയാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ രാത്രികാല കർഫ്യൂവിലേക്ക്. കോവിഡ് കേസുകൾ ഉയർന്നു നിൽക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള 10 സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സംഘമെത്തും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തർപ്രദേശിലേക്ക് ഡിസംബർ 28 മുതൽ 30 വരെ യുപിയിൽ ക്യാമ്പ് ചെയ്യും. സന്ദർശനം അലഹബാദ് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ. രാജ്യത്ത് 7189 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ 387 മരണം. 7286 പേർക്ക് രോഗമുക്തി. വിവാദങ്ങൾക്കിടെ കേരളയിൽ വിശദമായ പദ്ധതി രൂപരേഖ ആവശ്യപ്പെട്ട് CPI. നിലപാടെടുക്കാൻ DPR വിശദമായി പരിശോധിക്കണമെന്ന് വിശദീകരണം. പുനരാലോചന പാർട്ടിക്കുള്ളിലെ സമ്മർദ്ദത്തെ തുടർന്ന് CPM-ഉമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ നിലപാടറിയിക്കും. പരിസ്ഥിതി ആഘാത പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും വരെ നടപടികൾ നിർത്തിവെക്കണമെന്ന് നദീതട സംരക്ഷണ സമിതി. ആലപ്പുഴയിലെ SDPI നേതാവ് KS ഷാൻ വധക്കേസിൽ പിടിയിലായ 5 പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അറസ്റ്റായത് കൊലയാളി സംഘം. BJP നേതാവ് രൺജിത്തിന്റെ കൊലപാതകത്തിൽ നിർണായക തെളിവുകൾ ലഭിച്ചെന്ന് ADGP വിജയ് സാക്കറെ. സംഭവത്തിൽ ഉന്നതതല ഗൂഢാലോചനയെന്നും ADGP. എറണാകുളം കാലടിയിൽ CPI പ്രവർത്തകർക്ക് വെട്ടേറ്റു. മരോട്ടി ചുവട് സ്വദേശികളായ സേവ്യർ, ബേബി എന്നിവർക്കാണ് പരുക്ക്. ആക്രമണത്തിന് പിന്നിൽ DYFI പ്രവർത്തകരെന്ന് CPI. ഗുണ്ടാ സംഘങ്ങൾക്ക് CPIM പ്രാദേശിക നേതൃത്വത്തിന്റെ ഒത്താശയെന്നും ആരോപണം. വഖഫ് വിഷയത്തിൽ മുസ്ലിം ലീഗ് 2ാം ഘട്ട പ്രക്ഷോഭത്തിന് തീരുമാനം. ജനുവരി 3 ലീഗ് പ്രവർത്തക സമിതിയിലെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സമരത്തിൽ നിന്ന് സമസ്ത പിന്മാറിയിട്ടില്ലെന്നും ലീഗിന്റെ അവകാശവാദം. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്ന് ലോകം ക്രിസ്മസ് ആഘോഷിക്കുന്നു. തിരുപ്പിറവിയുടെ ഓർമ്മകൾ പുതുക്കി വിവിധ ദേവാലയങ്ങളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ. ആർഭാടങ്ങൾക്കപ്പുറം ദരിദ്രരുടെ വേദന തിരിച്ചറിയണമെന്ന മാർപ്പാപ്പയുടെ ക്രിസ്മസ് സന്ദേശം. പ്രേക്ഷകർക്ക് 24-ന്റെ ക്രിസ്മസ് ആശംസകൾ. സീറോ മലബാർ സഭയിലെ ആരാധനാക്രമ വിഷയത്തിലെ തർക്കം രൂക്ഷം. സിനഡ് തീരുമാനം നടപ്പാക്കാൻ കഴിയില്ലെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പൊലീത്തൻ വികാരി. വൈദികരുടെ ഉപവാസം പുരോഗമിക്കുന്നു. ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി എറണാകുളം നഗരത്തിൽ കർശന സുരക്ഷ. എല്ലാ ജംഗ്ഷനുകളിലും പോലീസിനെ വിന്യസിച്ചു. ഷോപ്പിംഗ് മാളുകളിൽ മഫ്തിയിൽ പോലീസ്. രാത്രികാല പട്രോളിംഗ് ശക്തമാക്കും. 11 മണിക്ക് ശേഷം പുറത്തിറങ്ങുന്ന മുഴുവൻ വാഹനങ്ങളും പരിശോധിക്കും. മയക്കുമരുന്ന് കടത്ത് തടയാനും പ്രത്യേക ടീം. ഇടുക്കിയിലെ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന. തമിഴ്നാട് അതിർത്തികളിലെ സമാന്തര പാതകളിലും പരിശോധന. റിസോർട്ടുകളിലെ ലഹരി പാർട്ടികൾ തടയാൻ നടപടി. മണ്ഡല പൂജയ്ക്കൊരുങ്ങി ശബരിമല. അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി വൈകിട്ട് സന്നിധാനത്തെത്തും. ഘോഷയാത്ര കടന്നു പോകുന്ന നിലയ്ക്കൽ പമ്പ റൂട്ടിൽ ഗതാഗത നിയന്ത്രണം. 39 ദിവസത്തെ നടവരവ്. 78,93,00,000 ദേവസ്വം ബോർഡ്. ജെയിംസ് വെബ് ടെലസ്കോപ്പിന്റെ വിക്ഷേപണം ഇന്ന്. പ്രപഞ്ച രഹസ്യം തേടി ബഹിരാകാശത്തിലേക്ക് വിക്ഷേപിക്കുന്നത് ഏറ്റവും ശേഷി കൂടിയ ദൂരദർശിനി. വിക്ഷേപണം യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഗയാന സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 5:50. ലുധിയാന കോടതിയിലെ സ്ഫോടനത്തിന് പിന്നിൽ ഖാലിസ്ഥാനി ബന്ധമെന്ന് പഞ്ചാബ് പോലീസ്. സ്ഫോടനം നടത്തിയ മുൻ ഹെഡ് കോൺസ്റ്റബിൾ ഗഗൻദീപ് സിംഗിന്റെ സഹോദരൻ കസ്റ്റഡിയിൽ. RDX ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയതെന്ന് ഫോറൻസിക് റിപ്പോർട്ട്. കാൺപൂരിലെ പാൻ മസാല വ്യവസായിയുടെ വീട്ടിലെ റെയ്ഡിൽ പിടിച്ചെടുത്തത് 177 കോടി രൂപ. നോട്ടുകൾ എണ്ണിത്തീർത്തത് 1.5 ദിവസമെടുത്ത്. നോട്ടുകെട്ടുകൾ മാറ്റിയത് കണ്ടെയ്നറുകളിൽ. വ്യവസായി പീയൂഷ് ജെയിനിന്റെ മറ്റൊരു വീട്ടിലും റെയ്ഡ്. പാലക്കാട് ദേശീയപാതയിൽ ലോറിക്ക് പിന്നിൽ കാറിടിച്ച് 2 മരണം. തിരുച്ചിറപ്പള്ളി സ്വദേശി പ്രശാന്ത്, തമിഴരസി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽപ്പെട്ടത് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോയ കാർ. പരിക്കേറ്റ ഒരാളുടെ നില അതീവ ഗുരുതരം. മുപ്പത്തടം ചന്ദ്രശേഖരപുരത്ത് ആന ഇടഞ്ഞു. പോളക്കുളം വിഷ്ണുനാരായണൻ എന്ന ആനയാണ് ഇടഞ്ഞത്. വാരിയലിന് കുത്തേറ്റ പാപ്പാന്റെ നില അതീവ ഗുരുതരം. ആനയെ തളച്ചു. വ്യാപാരികളുടെ ആവശ്യം തള്ളി കേന്ദ്രം. പുതിയ GST വ്യവസ്ഥകൾ ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരും. സെയിൽസ് റിട്ടേൺ, മന്ത്ലി സമ്മറി റിട്ടേൺ എന്നിവയിലെ പൊരുത്തക്കേടുകൾക്ക് കർശന നടപടി ഉറപ്പാക്കുന്നതാണ് വ്യവസ്ഥ. പഞ്ചാബിൽ ഇത്തവണ കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേക്കില്ല. കൂട്ടായ നേതൃത്വത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരിടും.
തീരുമാനം നവജോത് സിംഗ് സിദ്ധു ചരൺജിത് സിംഗ് ചന്നി പോര് തുടരുന്ന സാഹചര്യത്തിൽ. ജമ്മു കശ്മീരിലെ ഷോപ്പിയാനിൽ ഭീകരരും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ. 2 ഭീകരരെ വധിച്ചു. പ്രദേശത്ത് വ്യാപക തെരച്ചിൽ. കാർഷിക നിയമങ്ങൾ ഭാവിയിൽ കൊണ്ടുവന്നേക്കുമെന്ന് സൂചന നൽകി കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. നിയമങ്ങൾ കൊണ്ടുവന്നത് വലിയ മാറ്റത്തിനായി. നിരാശരല്ലെന്നും വീണ്ടും മുന്നോട്ടു പോകുമെന്നും നരേന്ദ്രസിംഗ് തോമർ. പുനലൂരിൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിച്ച ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണം പാതിവഴിയിൽ. 50 കുടുംബങ്ങൾക്കായി ഒരുക്കുന്ന ഫ്ളാറ്റിന്റെ ഗുണഭോക്തൃ പട്ടികയിൽ മാത്രമുള്ളത് 2500ഓളം പേർ. തറക്കല്ലിട്ട് 5 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തം. പത്തനംതിട്ട പന്തളത്ത് പരാതി അന്വേഷിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം. SIയുടെ കാലൊടിഞ്ഞു. 2 പോലീസുകാർക്ക് പരിക്ക്. പ്രതികളായ കുളനട സ്വദേശി മനു, അഞ്ചൽ സ്വദേശി രാഹുൽ എന്നിവർ അറസ്റ്റിൽ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 36,280 രൂപയിലും ഗ്രാമിന് 4,535 രൂപയിലും വ്യാപാരം പുരോഗമിക്കുന്നു. ദേശീയ വാർത്തകൾ. കേന്ദ്രമന്ത്രി അജയ് മിശ്രയെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ ഡൽഹിയിൽ 4 പേർ അറസ്റ്റിൽ. പിടിയിലായത് ലഖിംപൂർ കേസുമായി ബന്ധപ്പെട്ട വീഡിയോ പുറത്തുവിടാതിരിക്കാൻ പണം ആവശ്യപ്പെട്ട സംഘം. 2.5 കോടി രൂപ ആവശ്യപ്പെട്ടത് നോയിഡയിലെ കോൾ സെന്റർ ഉടമയും സഹായികളും. 1 മാസത്തിനിടെ ഇവർ മന്ത്രിയെ വിളിച്ചത് 41 തവണ. വാക്സിൻ എടുക്കാത്തവരെ പൊതുസ്ഥലങ്ങളിൽ വിലക്കി മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ. സ്വകാര്യ സ്ഥാപനങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ തുടങ്ങിയിടങ്ങളിൽ നോ വാക്സിൻ നോ എൻട്രി ബോർഡ് സ്ഥാപിച്ചു. തിയേറ്ററുകളിലും വിവാഹ ഹാളുകളിലും വാക്സിൻ എടുക്കാത്തവരെ പ്രവേശിപ്പിക്കില്ല. പാർട്ടിക്ക് നേരെ വിമർശനം തുടർന്ന് കോൺഗ്രസ് നേതാവ് ഹരീഷ് റാവത്ത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ ചില തിരുത്തലുകൾ പ്രധാനം. ചില വേദന പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നും ഹരീഷ് റാവത്ത്. ജനുവരിയോടെ തെലങ്കാനയിലെ കോവിഡ് കേസുകളിൽ വർധനയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി ആരോഗ്യവകുപ്പ്. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളിൽ നിയന്ത്രിത അളവിൽ മാത്രം ആളുകളെ പ്രവേശിപ്പിക്കണമെന്നും നിർദ്ദേശം. ഉത്തരാഖണ്ഡ് BJPയിൽ പൊട്ടിത്തെറി. രാജി പ്രഖ്യാപിച്ച വനമന്ത്രി ഹരക് സിംഗ് റാവത്ത്. സംസ്ഥാന ഭരണം മാഫിയകൾ നിയന്ത്രിക്കുന്നുവെന്ന് വിമർശനം. രാജിവാർത്ത നിഷേധിച്ച് സംസ്ഥാന അധ്യക്ഷൻ മദൻ കൗശിക്. തിഹാർ ജയിലിലെ അസ്വാഭാവിക മരണങ്ങളിൽ അന്വേഷണം തുടങ്ങി. നടക്കുന്നത് മജിസ്റ്റീരിയൽ അന്വേഷണം. ജയിലിൽ കഴിഞ്ഞ 8 ദിവസത്തിനിടെ മരിച്ചത് 5 തടവുകാർ. മധ്യപ്രദേശിൽ ഓൺലൈൻ തട്ടിപ്പ് കേസുകൾ വർദ്ധിക്കുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി നരോത്തം മിശ്ര. 2017 ജനുവരി മുതൽ രജിസ്റ്റർ ചെയ്തത് 1366 കേസുകൾ. വിവിധ തട്ടിപ്പുകളിൽ നിന്നായി കവർന്നത് 51.33 കോടി രൂപ. ഡൽഹിയിലെ വായു ഗുണനിലവാരം മോശം നിലയിൽ തുടരുന്നു. എയർ ക്വാളിറ്റി ഇൻഡെക്സ് 398. നവറോജി നഗറിൽ പുകമഞ്ഞ് രൂക്ഷം. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിലെ ജവഹർ നവോദയ വിദ്യാലയത്തിൽ കോവിഡ് വ്യാപനം. രോഗം സ്ഥിരീകരിച്ചത് 19 കുട്ടികൾക്ക്. 450 വിദ്യാർത്ഥികളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. ഡൽഹിയിൽ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് പിഴയായി ഈടാക്കിയത് 1.5 കോടി രൂപ. കിഴക്കൻ ഡൽഹിയിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് 1245 കേസുകൾ. താൻ സഞ്ചരിച്ച ട്രെയിനിന് ബോംബ് ഭീഷണിയുണ്ടെന്ന BJP നേതാവ് ഉമാ ഭാരതി. ഖജുരാഹോ കുരുക്ഷേത്ര എക്സ്പ്രസ് ലലിത്പൂർ സ്റ്റേഷനിൽ 2 മണിക്കൂറോളം നിർത്തിയിട്ടു. ബോംബില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് യാത്ര പുനരാരംഭിച്ചത്. പോണ്ടിച്ചേരിയിൽ പണയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ബാങ്ക് ജീവനക്കാർ പിടിയിൽ. മോഷണമുണ്ടായത് പോണ്ടിച്ചേരി കോപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ. കാഷ്യർമാരായ ഗണേശനും വിജയകുമാറും ചേർന്ന് കൈക്കലാക്കിയത് 400 പവൻ. ആധാർ കാർഡ് അപ്ഡേഷന് വേണ്ടി വ്യാജരേഖ ചമച്ച 8 പേർ ഹൈദരാബാദിൽ പിടിയിൽ. ആധാർ കാർഡിന്റെ ദുരുപയോഗ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. 6 വ്യാജ ആധാർ കാർഡുകളും പിടിച്ചെടുത്തു. പഞ്ചാബ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ശിരോമണി അകാലിദൾ പ്രസിഡന്റ് സുഖ്ബീർ സിംഗ് ബാദൽ. സംസ്ഥാനത്തെ ക്രമസമാധാനം അവതാളത്തിലെന്ന് വിമർശനം. പ്രതികരണം ലുധിയാന ജില്ലാ കോടതി സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ സന്ദർശിച്ചു മടങ്ങുമ്പോൾ. അന്താരാഷ്ട്ര വാർത്തകൾ. സുഡാനിലെ സൈനിക ഭരണത്തിനെതിരെ പ്രതിഷേധം രൂക്ഷം. തലസ്ഥാന നഗരമായ ഹാർട്ടൂമിലെ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. നഗരത്തിലേക്കുള്ള പൊതുവഴികൾ തടഞ്ഞ് പ്രതിഷേധക്കാർ. ജോലിസ്ഥലത്ത് സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം തടയാൻ പുതിയ നിയമ നടപടികൾ സ്വീകരിച്ച് ചൈന. തൊഴിൽ പരിസരങ്ങളിൽ
തൊഴിൽ പരസ്യങ്ങളിൽ ലിംഗമുൻഗണനകൾ പ്രസ്താവിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള കരട് ബില്ലിന് അംഗീകാരം. രാജ്യത്ത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം കൂടിവരുന്ന സാഹചര്യത്തിലാണ് നടപടി. ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും ഉയർന്ന ജുഡീഷ്യൽ ബെഞ്ചായ ഭരണഘടനാ കോടതിയിലേക്ക് ഇന്ത്യൻ വംശജന് നിയമനം. നരേന്ദ്രൻ കൊല്ലപ്പനെയാണ് നിയമിച്ചത്. 2022 ജനുവരി 1 ചുമതല ഏറ്റെടുക്കും. ക്രിസ്മസ് ദിനത്തിൽ കുട്ടികളുമായി സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും സഹധർമ്മിണി ജിൽ ബൈഡനും സർപ്രൈസ് സന്ദർശനം നടത്തിയത് വാഷിംഗ്ടണിലെ കുട്ടികളുടെ ആശുപത്രിയിൽ. ക്രിസ്മസ് വിശേഷങ്ങൾ പങ്കുവച്ച അമേരിക്കൻ പ്രസിഡന്റ് തന്റെ പുതിയ നായ്ക്കുട്ടിയുടെ ചിത്രവും പങ്കുവച്ചു. കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ ഫ്രാൻസ്. രോഗവ്യാപന സാഹചര്യം വിലയിരുത്താൻ മറ്റന്നാൾ പ്രത്യേക അവലോകന യോഗം. രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ 10,000-നരികെ. ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രാവിലക്ക് പിൻവലിച്ച അമേരിക്ക. ഇളവ് നൽകിയത് ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ 8 ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾക്ക്. ഒമിക്രോൺ വ്യാപന പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം പിൻവലിക്കുന്നത് 1 മാസത്തിനു ശേഷം. ഗ്രീസിൽ യാത്രാ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരണം 11ആയി. 90 പേരെ രക്ഷപ്പെടുത്തി. അപകടത്തിൽപ്പെട്ടത് ആന്റിക്കേദ ദ്വീപിൽ നിന്ന് കുടിയേറ്റക്കാരുമായി പോയ ബോട്ട്. ചൈനയുടെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ സിയാനിൽ കോവിഡ് കേസുകളിൽ വർധന. വ്യവസായശാലകൾ ഭാഗികമായി പ്രവർത്തനം നിർത്തി. കോവിഡ് മാനദണ്ഡങ്ങളും നിർബന്ധമാക്കി. യുക്രൈൻ അതിർത്തി പ്രദേശങ്ങളിൽ സേനാ ക്യാമ്പുകൾ സ്ഥാപിച്ച റഷ്യ. സൈനിക ബാരക്കുകൾ സ്ഥാപിച്ചതിന്റെ ഉപഗ്രഹ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് US വാർത്താ ഏജൻസി. റഷ്യയുടെ നീക്കം മനഃപൂർവ്വമുള്ള പ്രകോപനം സൃഷ്ടിക്കലല്ലെന്ന് ഉക്രൈൻ. പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ലിബിയയ്ക്ക് നിർദ്ദേശവുമായി അമേരിക്കയും 4 യൂറോപ്യൻ രാജ്യങ്ങളും. പുതിയ തീയതി നിശ്ചയിക്കണമെന്ന് സംയുക്ത പ്രസ്താവന. സ്ഥാനാർത്ഥികൾ അന്തിമ പത്രിക നൽകാനും നിർദ്ദേശം. ഒമിക്രോൺ വ്യാപന പശ്ചാത്തലത്തിൽ ലോകമെമ്പാടും ഇന്നലെ മാത്രം റദ്ദാക്കിയത് 2300 വിമാന സർവീസുകൾ. ഇതിൽ 616 വിമാനങ്ങൾ അമേരിക്കയിൽ നിന്നുള്ളത്. ഇന്ന് റദ്ദാക്കിയത് 1400 സർവീസുകൾ. സ്പോർട്സ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കം. ദക്ഷിണാഫ്രിക്കയിൽ ടെസ്റ്റ് പരമ്പര ലക്ഷ്യമിട്ട് വിരാട് കോഹ്ലിയും സംഘവും. ഹനുമ വിഹാരി ടീമിൽ ഇടം നേടിയേക്കും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നാളെ കരുത്തർ കളത്തിൽ. മാഞ്ചസ്റ്റർ സിറ്റി, ചെൽസി, ആഴ്സണൽ, ടോട്ടനം ടീമുകൾ നാളെ ഇറങ്ങും. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യുവതാരം ആന്റണി എലാങ്കയുടെ കരാർ പുതുക്കി ക്ലബ്ബ്. താരം 2026 വരെ ക്ലബ്ബിൽ തുടരും. താരം യുണൈറ്റഡിനായി ബൂട്ടണിഞ്ഞത് 5 മത്സരങ്ങളിൽ. പ്രാദേശിക വാർത്തകൾ. KPSTA തിരുവനന്തപുരം കിളിമാനൂർ ഉപജില്ലയിലെ നഗരൂർ ബ്രാഞ്ച് സമ്മേളനം നടന്നു. ദർശനവട്ടം ഗുരുദേവ് UP സ്കൂളിൽ നടന്ന പരിപാടി KPSTA റവന്യൂ ജില്ലാ ജോയിന്റ് സെക്രട്ടറി S സബീർ ഉദ്ഘാടനം ചെയ്തു. കടലാക്രമണത്തിൽ തകർന്ന ശംഖുമുഖം എയർപോർട്ട് റോഡ് മാർച്ചിൽ ഗതാഗത യോഗ്യമാക്കും. നിർമ്മാണം 360 മീറ്റർ നീളമുള്ള ഡയഫ്രം വാൾ ഉൾപ്പെടെ പദ്ധതിക്കായി വകയിരുത്തിയത് 12.16 കോടി രൂപയെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. സമഗ്ര ശിക്ഷ കേരളം തിരുവനന്തപുരം ആറ്റിങ്ങൽ BRCയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന സ്പെഷ്യൽ കെയർ സെന്റർ നാടിന് സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R മനോന്മണി ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ആനന്ദ് ഭവൻ സെൻട്രൽ സ്കൂളിൽ നാഷണൽ മാത്തമാറ്റിക്സ് ഡേയോടനുബന്ധിച്ച് ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. 5 ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു മത്സരം. ലയൺസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് G സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുണ്ടറയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി കുഴഞ്ഞു വീണ് മരിച്ചു. കിഴക്കേക്കല്ലള സ്വദേശി ജോസ് കുട്ടിയുടെ മകൻ ജിപ്സണാണ് മരിച്ചത്. പോലീസ് അന്വേഷണം തുടങ്ങി. ചൂഷണരഹിത ഉപഭോക്തൃ സംസ്കാരം വികസിപ്പിച്ചെടുക്കണമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ തെരഞ്ഞെടുക്കാൻ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കണം. പുറംമോടിയിലെ കാപട്യങ്ങളിൽ പറ്റിക്കപ്പെടാതെ ശ്രദ്ധിക്കേണ്ടത് ഉപഭോക്താക്കളാണെന്നും മന്ത്രി. കൊല്ലം ശ്രീനാരായണ കോളേജ് ഓഫ് ടെക്നോളജിയിൽ NSS സപ്തദിന ക്യാമ്പിനോടനുബന്ധിച്ച് ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ നടന്നു. ആലപ്പുഴ TD മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി വിഭാഗം ഡോക്ടർ അനുപമ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം പത്തനാപുരത്ത് നിന്ന് 1 കിലോ ഹാഷിഷ് ഓയിലുമായി യുവാക്കൾ പിടിയിൽ. അറസ്റ്റിലായത് വിശാഖപട്ടണം സ്വദേശികളായ ശ്രവൺകുമാർ, D രാമു എന്നിവർ. പത്തനാപുരം പോലീസും ലഹരി വിരുദ്ധ സ്ക്വാഡും പരിശോധന നടത്തിയത് രഹസ്യ വിവരത്തെ തുടർന്ന്. പത്തനംതിട്ട തിരുവല്ല പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതി പിടിയിൽ. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കടന്നത് ദിരണം സ്വദേശി സജൻ. അറസ്റ്റ് അമ്പലപ്പുഴയിലെ ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിയുമ്പോൾ. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന K കരുണാകരന്റെ 11ാം ചരമവാർഷിക ദിനം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. പത്തനംതിട്ട ചെങ്ങന്നൂരിൽ നടന്ന പരിപാടി ആലപ്പുഴ ചെങ്ങന്നൂരിൽ നടന്ന പരിപാടി ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർജ് തോമസ് ഉദ്ഘാടനം ചെയ്തു.
പത്തനംതിട്ട നിലയ്ക്കൽ അട്ടത്തോട് ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വിതരണം ചെയ്തു. രാജ്യത്താദ്യമായാണ് ട്രൈബൽ സ്കൂളിൽ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ. വിതരണോദ്ഘാടനം നിർവഹിച്ച് ജില്ലാ കളക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്ന് MA വേദാന്ത വിഭാഗത്തിൽ 1ാം റാങ്ക് നേടിയ അശ്വതിക്ക് അനുമോദനം. പരിപാടി സംഘടിപ്പിച്ചത് AIYF ഹരിപ്പാട് മുതുകുളം മേഖലാ കമ്മിറ്റി. ഉപഹാര സമർപ്പണം നടത്തിയത് CPI സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് R സജിലാൽ. വുമൺ ഓഫ് ദ ഇയർ പുരസ്കാര ജേതാവ് അഞ്ജു ബോബി ജോർജിന് ജന്മനാടായ കോട്ടയം ചങ്ങനാശ്ശേരിയിൽ സ്വീകരണം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിബി സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് സിറ്റിസൺസ് റൈറ്റ്സ് ഫോറം സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടയം ചങ്ങനാശ്ശേരിയിൽ ദേശീയ ഉപഭോക്തൃ ദിനാചരണം നടന്നു. റിട്ടയർഡ് SP PB വിജയൻ ഉദ്ഘാടനം ചെയ്തു. പ്ലാസ്റ്റിക് മലിനീകരണ നിയന്ത്രണത്തിൽ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഇടുക്കി അടിമാലി SNDP വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പ് തുടങ്ങി. അഡ്വക്കേറ്റ് A രാജ MLA ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 30 വരെ നടക്കുന്ന ക്യാമ്പിൽ വ്യക്തിത്വ വികസന സെമിനാർ, ആയുർവേദ ക്യാമ്പ്, സിനിമാ നിർമ്മാണ പരിശീലനം എന്നിവ നടക്കും. സുഗതകുമാരി അനുസ്മരണം സംഘടിപ്പിച്ച് ഇന്ദിരാജി പരിസ്ഥിതി സമിതി. കവിയും ഗാനരചയിതാവുമായ രാജു ആലുങ്കൽ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി സമിതി പ്രസിഡന്റ് ഇടവട്ടം ജയകുമാർ അധ്യക്ഷത വഹിച്ചു. എറണാകുളം ആലുവ നഗരസഭയുടെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ഡിസംബർ 28-ന് നഗരത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിക്കും. വൈകിട്ട് 3-ന് മംഗലപ്പുഴ പാലത്തിന് സമീപത്ത് നിന്ന് മുനിസിപ്പൽ റിക്രിയേഷൻ ഗ്രൗണ്ട് വരെയാണ് കൂട്ടയോട്ടം. ഒളിമ്പ്യൻ TC യോഗനാൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കൊച്ചിൻ വികസന വേദിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് കിറ്റുകൾ വിതരണം ചെയ്തു. ഫോർട്ട് കൊച്ചി ഹെറിറ്റേജ് കൺസർവേഷൻ സൊസൈറ്റി അംഗം KB അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. കേരള കലാമണ്ഡലം സർവകലാശാലയെ കേരളത്തിന്റെ സാംസ്കാരിക സർവകലാശാലയാക്കി മാറ്റുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. നടപടികൾ ആരംഭിച്ചെന്ന് മന്ത്രി. കലാമണ്ഡലം 2020 ഫെലോഷിപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൃശൂർ കാടുകുറ്റിയിൽ തെരുവുനായ ശല്യം രൂക്ഷം. പ്രദേശവാസിയായ വട്ടപ്പറമ്പിൽ രവീന്ദ്രന്റെ 15 കോഴികളെ തെരുവുനായകൾ കൊന്നു. വഴിയാത്രക്കാരെയും തെരുവുനായകൾ ആക്രമിക്കുന്നതായി പരാതി. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി പ്രൊജക്ട് രൂപീകരണ ശില്പശാല നടന്നു. കിലയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിഡ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ചാലക്കുടി നഗരസഭയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച പാർക്ക് ജനങ്ങൾക്കായി തുറന്നു. നിർമ്മാണം പൂർത്തിയാക്കിയത് 4 കോടി രൂപ ചെലവിട്ട്. കഴിഞ്ഞ കൌൺസിലിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച പാർക്ക് തുറന്നു കൊടുക്കാത്തത് വിവാദമായിരുന്നു. അംബേദ്കർ ദേശീയ പുരസ്കാരം നേടിയ ഹുസൈൻ തട്ടത്താഴത്തിന് അനുമോദിച്ച് ദുബായ് പ്രവാസി മലയാളികൾ. ഇമറാത്ത് പട്ടാമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. ഉണ്ണി പുക്രാത്തിന്റെ കഥാസമാഹാരം വർണ്ണനൂലിട്ട ഊഞ്ഞാലിന്റെ പ്രകാശനവും നടന്നു. ഡിവൈഎഫ് AKG നഗർ യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച മെഹന്തി ഫെസ്റ്റ് സമാപിച്ചു. CPIM AKG നഗർ ബ്രാഞ്ച് സെക്രട്ടറി PK സജീവ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് സിവിൽ സ്റ്റേഷനിൽ നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഓഫീസിലെ ഹോംഗാർഡ് രാജഗോപാലാണ് മരിച്ചത്. ഹൃദയാഘാതമെന്ന് സൂചന. പാലക്കാട് കണ്ണമ്പ്രയിൽ തോട്ടഭൂമിയിൽ നിർമ്മാണം തുടങ്ങിയ ടാർ മിക്സിംഗ് പ്ലാന്റിനെതിരെ പ്രതിഷേധവുമായി CPIM. ജനവാസ മേഖലയിൽ പ്ലാന്റിന്റെ പ്രവർത്തനം അനുവദിക്കില്ലെന്ന് നേതാക്കൾ. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതിയില്ലെന്ന് പഞ്ചായത്ത് ഭരണസമിതി. സംസ്ഥാന വികായ വൈബ്രന്റ് കോൺഫറൻസിന് പാലക്കാട് മണ്ണാർക്കാട് തുടക്കം. സമസ്ത കേരള ജമിഅത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഷൈഖുന ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം പാലക്കാട് ആലത്തൂർ യൂണിയന്റെ വനിതാ സംഘം വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പ് നടന്നു. യോഗം യൂണിയൻ പ്രസിഡന്റ് F വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. തൃത്താല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. അരീക്കോട് സുല്ലമുസ്ലാം സയൻസ് കോളേജിന്റെ NSS ക്യാമ്പിന് തുടക്കം. കാളികാവ് അഞ്ചച്ചവടി ഹൈസ്കൂളിൽ 7 ദിവസങ്ങളായാണ് ക്യാമ്പ്. APL കുമാർ ML ഉദ്ഘാടനം ചെയ്തു. CPIM മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ച കേരള പ്രവാസി സംഘം. പ്രവാസവും കേരളം എന്ന വിഷയത്തിലെ സെമിനാർ സംസ്ഥാന പ്രസിഡന്റ് PT കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. SYS മലപ്പുറം സോൺ കമ്മിറ്റി സംഘടിപ്പിച്ച ഉലീസ് സമ്മേളനം സമാപിച്ചു. സമാപന സംഗമം SSF മുൻ സംസ്ഥാന അധ്യക്ഷൻ CK റാഷിദ് ബുഖാരി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ വാട്ടർ തീം ഫെസ്റ്റിവൽ കോഴിക്കോട് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന് നാളെ തുടക്കം. വൈകിട്ട് 6-ന് നടൻ മമ്മൂട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് തിരുവമ്പാടിയിൽ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കനിവ് കോഫി ഹൌസ് സെന്റർ പ്രവർത്തനം തുടങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുളിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. പശ്ചിമബംഗാൾ സ്വദേശിയിൽ നിന്ന് സ്വർണം കവർന്ന കേസിൽ 2 പ്രതികൾ കൂടി അറസ്റ്റിൽ. പിടിയിലായത് മാളിക്കടവ് സ്വദേശി ഷൈസിദ്, മൊകേരി സ്വദേശി നിജീഷ് എന്നിവർ. അറസ്റ്റ് കസ്റ്റംസ് ഇൻസ്പെക്ടർ N പ്രജീഷിന്റെ നേതൃത്വത്തിൽ.
ആന്തൂർ നഗരസഭയിലെ സാംസ്കാരിക കൂട്ടായ്മ ഒരുമയുടെ നേതൃത്വത്തിൽ മട്ടുപ്പാവ് പച്ചക്കൃഷി തുടങ്ങി. ആന്തൂർ നഗരസഭാ ജീവനക്കാരും ജനപ്രതിനിധികളും ശുചീകരണ തൊഴിലാളികളും ഹരിതകർമ്മസേനാംഗങ്ങളും ഉൾപ്പെടുന്ന കലാ സാംസ്കാരിക സംഘടനയാണ് ഒരുമ. അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ട പാപ്പനശ്ശേരി മേൽപ്പാലത്തിൽ അപാകം കണ്ടെത്തിയ സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് നടത്തി. റോഡിന്റെ ഉപരിതലത്തിൽ വിള്ളലും കുഴികളും രൂപപ്പെട്ട ഭാഗങ്ങൾ പൊളിച്ചുമാറ്റി. ബേക്കൽ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. ഒരുങ്ങുന്നത് 4 ക്ലാസ് മുറികളും 6 ശൌചാലയങ്ങളുമുള്ള ഇരുനില കെട്ടിടം. വിദ്യാർത്ഥികൾക്കായി അതിജീവനം പ്രതിഭോത്സവം സംഘടിപ്പിച്ച് വേലാശ്വരം EMS സ്മാരക ഗ്രന്ഥാലയം. പരിപാടി സംഘടിപ്പിച്ചത് ബേക്കൽ BRCയുമായി സഹകരിച്ച് അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ ഉദ്ഘാടനം ചെയ്തു. നോക്കാം എന്റർടൈൻമെന്റ്. ക്രിസ്മസ് ദിനത്തിൽ നന്മയുടെ സന്ദേശം പകർന്ന ഫ്ലവേഴ്സ് ഒരുക്കിയ വീഡിയോ ശ്രദ്ധേയമാകുന്നു. സമൂഹത്തിലെ 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ ജീവിക്കുന്നവരുടെ പങ്കുവെക്കലിന്റെ കഥയാണ് ഹ്രസ്വ വീഡിയോ പറയുന്നത്. കഥയും സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ശ്രീകണ്ഠൻ, തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് വൈശാഖ് മൂവാറ്റുപുഴ. ഹലോ ഹലോ മാഡം, ഞാൻ ഇവിടെ അടുത്തുണ്ട്, ഞാൻ പെട്ടെന്ന് വരാം മാഡം. ഓക്കെ. താനിത് എവിടെയായിരുന്നു? എത്ര നേരമായിട്ട് വിളിക്കുന്നു? ഇനി കൂടുതൽ സംസാരിച്ച സമയം കളയണ്ട, വേഗം പോകും. ഫഹദ് ഫാസിൽ ചിത്രം മലയൻ കുഞ്ഞിന്റെ ട്രെയിലർ പുറത്ത്. നവാഗതനായ സജുമോൻ പ്രഭാകർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ രചനയും ഛായാഗ്രഹണവും നിർവഹിച്ചിരിക്കുന്നത് മഹേഷ് നാരായണനാണ്. AR റഹ്മാനാണ് സംഗീതം. അവന് കുഴപ്പമൊന്നുമില്ല, ശാന്തയിച്ച് വെറുതെ ആദ്യ കയറ്റാതെ. ദുൽഖർ ചിത്രം സല്യൂട്ടിന്റെ ട്രെയിലർ പുറത്ത്. റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്യുന്ന സിനിമ ജനുവരി 14 തിയേറ്ററുകളിലെത്തും. എവിടെയൊക്കെ പോകുന്നു, ആരെല്ലാം കാണുന്നു, ആരെല്ലാം വിളിക്കുന്നു, എല്ലാ ഡീറ്റെയിൽസും അപ്പോൾ തന്നെ അറിയിക്കണം. വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്. സർ, കോടതി വിധി വന്ന് 2ാം ദിവസം മുരളി ജയിലിൽ പോയി കാണണമെങ്കിൽ ജഡ്ജിന്റെ കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തുന്ന പകലും പാതിരാവും എന്ന ചിത്രത്തിലെ വീഡിയോ ഗാനം പുറത്ത്. വിജയ് യേശുദാസ് ആണ് ആലാപനം, സ്റ്റീഫൻ ദേവസ്യുടേതാണ് സംഗീതം. ഈജിപ്തിലെ പിരമിഡിൽ അന്യഗ്രഹ ജീവിയുടെ മമ്മി എന്ന പേരിൽ വ്യാജ പ്രചാരണം. സത്യാവസ്ഥയിലേക്ക്. എക്സ്ട്രാ ടെറസ്ട്രിയൽ സിവിലൈസേഷൻ എന്ന ഫേസ്ബുക്ക് പേജിലൂടെയാണ് ചിത്രം പുറത്തു വന്നത്. പുരാതന കാലത്ത് അന്യഗ്രഹ ജീവികൾ ഈജിപ്ത് സന്ദർശിച്ചതിന് തെളിവ് എന്ന തലക്കെട്ടോടുകൂടിയാണ് ദൃശ്യം പങ്കുവച്ചിരിക്കുന്നത്. സെനുസ്രറ്റ് സെക്കൻഡ് പിരമിഡിനടുത്തുള്ള ചെറിയ പിരമിഡിൽ നിന്നാണ് മമ്മി കണ്ടെത്തിയതെന്നും വാർത്തയിൽ പറയുന്നു. എന്നാൽ ഈ വാർത്ത തീർത്തും വ്യാജമാണ്. ഈജിപ്ഷ്യൻ ചക്രവർത്തിയായ തുത്തൻഖാമുൻ രാജാവിന്റെ പിരമിഡുമായി ബന്ധപ്പെട്ടതാണ് ഈ ചിത്രങ്ങൾ. പ്രസ്തുത പിരമിഡിൽ കണ്ടെത്തിയ 2 ഫീമെയിൽ ഫീറ്റസുകളുടെ ചിത്രമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. പ്രചരിക്കുന്ന ചിത്രം 30-35 ആഴ്ച പ്രായമുള്ള ഗർഭസ്ഥ ശിശുക്കളുടെ മമ്മികളുടേതാണെന്ന് ഉറപ്പിച്ച് പുരാവസ്തു ഗവേഷകൻ ഹോവാർഡ് കാർട്ടർ. അമ്പലപ്പുഴ MLA H സലാമിനെതിരെ വീണ്ടും BJP സംസ്ഥാന അധ്യക്ഷൻ KS സുരേന്ദ്രൻ. H സലാം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനാണെന്നും രഞ്ജിത്ത് വധക്കേസിലെ പ്രതികൾക്ക് ഒളിവിൽ പോകാൻ MLAയുടെ സഹായം ലഭിച്ചെന്നും ആരോപണം. BJP RSS പ്രവർത്തകരെ പോലീസ് മനഃപൂർവ്വം വേട്ടയാടുന്നുവെന്നും KS സുരേന്ദ്രൻ. രാഷ്ട്രീയ പ്രവേശന സാധ്യത തള്ളാതെ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഹർഭജൻ സിംഗ്. രാഷ്ട്രീയത്തിലൂടെയോ മറ്റു മേഖലകളിലൂടെയോ പഞ്ചാബിനായി പ്രവർത്തിക്കും. പല പാർട്ടികളും സമീപിക്കുന്നുണ്ടെന്നും അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്നും ഹർഭജൻ സിംഗ്. ജയ്പൂർ വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. 24 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണവുമായി ഒരാൾ പിടിയിൽ. ജപ്പാനിലെ ഫുക്കുവോക്കയിൽ ആദ്യ ഒമിക്രോൺ കേസ് സ്ഥിരീകരിച്ചു. സമൂഹ വ്യാപന സാധ്യത തള്ളാതെ ഫുക്കുവോക്ക ഗവർണർ സൈറ്റാരോ ഹട്ടോറി. അണ്ടർ 19 ഏഷ്യ കപ്പിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ 238 റൺസ് വിജയലക്ഷ്യം. ആരാധ്യ യാദവിന് അർദ്ധ സെഞ്ചുറി.
ന്യൂസ് പൂർത്തിയാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്ത് 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.